ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം ശ്രീമദ് നാരായണീയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 35-ാം ദശകത്തിലെ 4-ാം ശ്ലോകത്തെ കാണാം. ത്വം സുഗ്രീവാംഗദാദി പ്രബല കപിചമോം ചക്രവിക്രാന്ത ഭൂമി ചക്രോഭിക്രമ്യ പാരേ ജലധി നിശിചരേന്ദ്രാനുജാശ്രീയമാണഃ തത്പ്രോക്താം ശത്രുവാർത്താം രഹസി നിശമയൻ പ്രാർത്ഥനാപാർത്യരോഷ പ്രാസ്താഗ്നേയാസ്ത്ര തേജസ്ത്രസദ് ഉദതിഗിരാം ലബ്ധവാൻ മധ്യമാർഗം. ഓരോ വാക്കുകളിലേക്കും അർത്ഥതലങ്ങളിലേക്കും ആദ്യം ശ്രദ്ധ ചെയ്യാം. ത്വം, അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങ് സുഗ്രീവ അംഗദാദി പ്രബല കപീചമോം ചക്രവിക്രാന്ത ഭൂമി ചക്ര. സുഗ്രീവൻ, അംഗദൻ തുടങ്ങിയുള്ള പ്രബലന്മാരായ വാനരന്മാരുടെ സൈന്യസമൂഹങ്ങളാൽ വ്യാപിക്കപ്പെട്ട ഭൂമണ്ഡലത്തോടുകൂടിയവനായിട്ട് അഭിക്രമ്യ നേരെ പുറപ്പെട്ടു ചെന്ന് പാരേ ജലധി സമുദ്രതീരത്തിൽ വച്ച് നിശിചരേന്ദ്രാനുജാശ്രീയമാണഃ രാവണന്റെ അനുജനായ വിഭീഷണനാൽ ആശ്രയിക്കപ്പെട്ടവനായി രഹസി തത് പ്രോക്താം സ്വകാര്യമായി അവനാൽ പറയപ്പെട്ട ശത്രുവാർത്താം നിശമയൻ ശത്രുവിൻ്റെ സ്ഥിതിയെ കേട്ടും കൊണ്ട് പ്രാർത്ഥനാ അപാർത്യരോഷ പ്രാസ്താഗ്നേയാസ്ത്ര തേജസ്ത്രസത് ഉദതിഗിര തൻ്റെ അപേക്ഷയെ ഉപേക്ഷിക്കയാൽ ഉണ്ടായ കോപം നിമിത്തം പ്രയോഗിക്കപ്പെട്ട ആഗ്നേയാസ്ത്രത്തിൻ്റെ തേജസ്സിനാൽ ഭീതനായ സമുദ്രരാജാവിൻ്റെ വാക്കുകൊണ്ട് മധ്യമാർഗം ലബ്ധവാൻ സമുദ്രമധ്യത്തിൽ കൂടിയുള്ള മാർഗത്തെ ലഭിച്ചു. 14 ലോകങ്ങളും പിടിച്ചെടുത്ത് അവയിൽ നിന്നും കവർന്നെടുത്ത ധനം കൊണ്ട് കെട്ടിപ്പൊക്കിയ ലങ്ക ഹനുമാന്റെ ശക്തിയാൽ വെന്ത് ചാമ്പലായി. ഉയർന്ന ആധ്യാത്മിക സാധനയാൽ ഇല്ലാതായി. ഗുരുവിൻ്റെ മഹിമയാൽ സത്സംഗത്താൽ ഭൗതിക സുഖങ്ങൾ നശ്വരമാണെന്നും ആസുരശക്തികളുടെ നാശത്തെയും സൂചിപ്പിച്ചു കഴിഞ്ഞ ശ്ലോകത്തിൽ. ഹനുമാൻ ലക്ഷ്യനിർവഹണത്തിന് ശേഷം തിരിച്ചെത്തി. സീതാവൃത്താന്തം അറിഞ്ഞ ഉടനെ, അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങ് മഹാപരാക്രമികളായ സുഗ്രീവൻ, അംഗദൻ തുടങ്ങി ഭൂമണ്ഡലം മുഴുവൻ വ്യാപിക്കത്തക്കവണ്ണമുള്ള അസംഖ്യം വാനര സൈന്യങ്ങളോടുകൂടി മുന്നോട്ട് കുതിച്ച് ദക്ഷിണ സമുദ്രത്തിൻ്റെ കരയിൽ എത്തിച്ചേർന്നു. അവിടെ വെച്ച് രാവണനാൽ തിരസ്കൃതനായ വിഭീഷണൻ അങ്ങയെ അഭയം പ്രാപിക്കുകയും രഹസ്യമായി രാവണന്റെ സ്ഥിതിഗതികളെല്ലാം അറിയിക്കുകയും ചെയ്തു. ഒറ്റ നോട്ടത്തിൽ വിഭീഷണൻ ചെയ്ത പ്രവർത്തികൾ ശരിയാണോ എന്ന് തോന്നും. തൻ്റെ സഹോദരനെ ഉപേക്ഷിച്ച് അവൻ്റെ ശത്രുവായ രാമനിൽ ശരണാഗതിയടഞ്ഞ് ആ സഹോദരൻ്റെ രാജ്യരഹസ്യങ്ങളെ പറയുന്നത് ന്യായമാണോ? ഇവിടെ നമ്മൾ അറിയേണ്ടത് ധർമ്മത്തിനാണ് പ്രാധാന്യം നൽകേണ്ടത് എന്നാണ്. ധർമ്മസ്യ തത്വം നിഹിതം ഗുഹായാം മഹാജനോയേന ഗത സബന്ധ എന്ന് മഹാഭാരതം. ധർമ്മമാണ് എന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നുന്ന ഒരു കാര്യം ചിലപ്പോൾ ധാർമ്മികമല്ലാതാകുന്നത് കാണാം. എന്നാൽ ധർമ്മവിരുദ്ധമായ കാര്യമാണ് എന്ന് തോന്നുന്ന കാര്യമോ ചിലപ്പോൾ ധർമ്മമാകുന്നതും കാണാം. കാരണം ധർമ്മത്തിൻ്റെ തത്വം അതിഗുഹ്യമാണ്, അതീവ സൂക്ഷ്മമാണ്. ഈ സൂക്ഷ്മത്തെ കണ്ടെത്തുകയാണ് പ്രധാനം. രാമൻ്റെ അവതാര ലക്ഷ്യം തന്നെ ധർമ്മ സംസ്ഥാപനത്തിനാണല്ലോ. ധർമ്മത്തെ നിലനിർത്തുന്ന എന്ത് കർമ്മം ചെയ്താലും അത് ധർമ്മം തന്നെയാകും. എന്താണ് ഒരു മനുഷ്യൻ്റെ, അതായത് ഒരു ജീവൻ്റെ പരമധർമ്മം? ഭാഗവതം പറയുന്നു,
സവൈ പുംസാം പരോ ധർമ്മോ യതോ ഭക്തിരതോക്ഷജേ. ഭഗവാന്റെ ആജ്ഞ അനുസരിക്കലാണ് ഒരു മനുഷ്യൻ്റെ പരമമായ ധർമ്മം. മറ്റു ധർമ്മങ്ങളെല്ലാം അതിന് താഴെ മാത്രമാണ്. ധർമ്മ സംസ്ഥാപനത്തിനായി അധർമ്മത്തെ എതിർത്താൽ തെറ്റില്ല. ഇവിടെ രാവണൻ അധർമ്മിയാണ്. എല്ലാ ഐശ്വര്യങ്ങളുമുണ്ട്, ധാരാളം യോഗ്യതകളുണ്ട്, നല്ല അറിവ് ഉള്ളവനുമാണ് രാവണൻ. പക്ഷേ അധർമ്മ പ്രവൃത്തികളാണ് ചെയ്തു കൂട്ടുന്നത് മുഴുവനും. സത്യമാർഗത്തിലേക്ക് പോകുവാൻ കൊതിക്കുന്ന ഒരാൾ അധർമ്മിയോടുകൂടെ ചേരുന്ന പക്ഷം അവനും സത്യമാർഗത്തിൽ നിന്ന് വ്യതിചലിക്കും. അതിനാൽ ധർമ്മത്തെ രക്ഷിക്കുവാനായി എന്ത് കർമ്മം ചെയ്താലും അത് അധർമ്മമല്ല. അതിനാൽ സാത്വിക ഗുണങ്ങളുള്ള വിഭീഷണൻ ധർമ്മമാർഗത്തിൽ ചരിക്കുവാൻ ഇച്ഛിച്ചുകൊണ്ട് ഭഗവാനെ തന്നെ ആശ്രയിച്ചു. ഏതൊരു ഭക്തനാണോ എന്നിൽ ശരണാഗതി പ്രാപിക്കുന്നത് അവനെ ഞാൻ ഒരിക്കലും കൈവിടുകയില്ല എന്ന് രാമൻ. അഭയം സർവഭൂതേഭ്യോ ദദാമി ഏതദ്വ്രതം മമ എന്ന് ഭഗവാൻ വാക്കു തന്നിട്ടുണ്ടല്ലോ. ഭാഗവതത്തിലും ധർമ്മത്തിൻ്റെ ഈ സൂക്ഷ്മഭാഗം വിശദമാക്കുന്ന അനേകം സന്ദർഭങ്ങൾ കാണാം. അതിലൊന്ന് പൂർവംശം പറയുമ്പോൾ യദുവിൻ്റെ കഥയെ പറയുന്നുണ്ട്. യദുവിനോട് യയാതി യൗവനം ദാനമായി ചോദിച്ചെങ്കിലും നൽകിയില്ല. പൂരു മാത്രമാണ് തൻ്റെ യൗവനം കൊടുത്ത് പിതാവിൻ്റെ വാർദ്ധക്യം ഏറ്റുവാങ്ങിയത്. അതിനാൽ രാജ്യാവകാശം ലഭിക്കുകയും ചെയ്തു. യദു അച്ഛൻ്റെ ശാപത്തെ തുടർന്ന് ശപിക്കപ്പെട്ട വംശമായി മാറി. എങ്കിലും ഭാഗവതം പറയുന്നു യഥോശ്ച ധർമ്മശീലസ്യ, യദു ധാർമ്മികനാണ് എന്ന്. അച്ഛൻ്റെ വാക്ക് ധർമ്മത്തിന് വിരുദ്ധമാണ്. ധർമ്മവിരുദ്ധമായ കാര്യത്തിന് യദു കൂട്ടുനിന്നില്ല. കൂട്ടുനിന്നാലോ അധർമ്മിയായി തീരുകയും ചെയ്യും. അനന്തരം അല്ലയോ ഭഗവാനെ, അങ്ങ് ലങ്കയിലെത്തുന്നതിനുള്ള മാർഗം നിർദ്ദേശിക്കുന്നതിനായി ദർഭശയനത്തിൽ ഇരുന്നു കൊണ്ട് സമുദ്രത്തിനോട് വഴിതരുവാൻ അഭ്യർത്ഥിച്ചു. അങ്ങയുടെ ആ പ്രാർത്ഥനയെ തീരെ ഗണിക്കായികയാൽ കോപാവിഷ്ടനായി തീർന്ന നിന്ദ്രവടി സമുദ്രം മുഴുവൻ ശോഷിപ്പിച്ച് കാൽനടയായിട്ട് തന്നെ കടന്നുകൊള്ളാം എന്ന് കരുതി ആഗ്നേയാസ്ത്രം പ്രയോഗിച്ച് സമുദ്രജലം വറ്റിക്കുവാൻ ആരംഭിച്ചു. ആ ദിവ്യാസ്ത്രത്തിൻ്റെ ദുസ്സഹ തേജസ് കണ്ട് ഭീതഭീതനായ സമുദ്രരാജാവ് അങ്ങയെ ശരണം പ്രാപിച്ച് ചിറകെട്ടിക്കൊള്ളുവാൻ അനുവാദം നൽകി. സമുദ്രമധ്യത്തിലൂടെ ലങ്കയിലേക്ക് ചെല്ലുവാനുള്ള വഴി രാമന് അങ്ങനെ ലഭിക്കുകയും ചെയ്തു. ഇവിടെ രണ്ട് ശരണാഗതികളെ കാണാം. ഭഗവാന്റെ ശരണാഗത വത്സലത്വം എന്തുമാത്രമുണ്ട് എന്നുള്ളതിന് ശത്രുവംശജനായ വിഭീഷണനും ധിക്കാരിയായ സമുദ്രം എന്നീ രണ്ടുപേരും ഉത്തമ ഉദാഹരണങ്ങളത്രേ. വിഭീഷണൻ വിനയപൂർവം ഭഗവാനെ ശരണാഗതി പ്രാപിച്ചു. എന്നാൽ സമുദ്രമോ അഹങ്കാരം കൊണ്ട് ആദ്യം ഭഗവാനെ എതിർത്തു. ഒടുവിൽ പേടിയോടെ ശരണാഗതി പ്രാപിച്ചു. എപ്രകാരമായാലും ഭഗവാനെ ശരണാഗതി പ്രാപിച്ചാൽ ഭഗവാൻ കൈവിടില്ല. സാധകന് ഉണ്ടാവേണ്ടത് വിനയമാണ്. ഞാൻ വലിയവനാണ് എന്ന ഭാവം ഉണ്ടാവാതിരിക്കുവാൻ ശ്രമിക്കുകയും വേണം. ഇവിടെ സീതയെ തേടി ഭഗവാൻ അങ്ങോട്ട് പോവുകയാണ്. ഭക്തന് യോഗ്യതയുണ്ടെങ്കിൽ ഈശ്വരൻ്റെ സാന്നിധ്യം അവന് ലഭ്യമാകും. ഈശ്വരനെ തേടി എവിടെയും അലയേണ്ട. നാമജപത്തിലൂടെ മനസ്സിനെ തീവ്രമാക്കിയാൽ മാത്രം മതി. ഉദാഹരണമായി ഒരു പശുക്കുട്ടിയെ കാണാതെ പോയാൽ ആ തള്ള പശു അവനെ തേടി അവിടെ എത്തും. അതുപോലെ ഭക്തനോടുള്ള ആ സ്നേഹവാത്സല്യം കൊണ്ട് ഭഗവാൻ അവൻ്റെ അടുത്തേക്ക് വരികയാണ്. ഇപ്രകാരം ഈ ശ്ലോകം കൊണ്ട് സുഗ്രീവൻ്റെയും അംഗദൻ്റെയും നേതൃത്വത്തിൽ സൈന്യവ്യൂഹമുണ്ടാക്കിയതും വിഭീഷണൻ ശരണാഗതി അടയുന്നതും വിഭീഷണിൽ നിന്ന് ലങ്കാനഗരത്തിൻ്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കുന്നതും സമുദ്രത്തെ വിറപ്പിച്ച് സമുദ്രം കടക്കുന്നതിനുള്ള മാർഗം തേടുന്നതുമായ ഭാഗങ്ങൾ വർണ്ണിക്കുകയാണ്. ഒരിക്കൽ കൂടി ഈ ശ്ലോകത്തെ ജപം ചെയ്യാം. ത്വം സുഗ്രീവാംഗദാദി
പ്രബല കപിചമോ ചക്രവിക്രാന്തഭൂമി ചക്രോഭിക്രമ്യ പാരേ ജലധി നിശിചരേന്ദ്രാനുജാശ്രീയമാണ തത്പ്രോക്ത്വാം ശത്രുവാർത്താം രഹസ്യ നിശമയൻ പ്രാർത്ഥനാപാർത്യരോഷ പ്രാസ്താഗ്നേയാസ്ത്ര തേജസ്ത്രസദ് ഉദതിഗിര ലബ്ധവാൻ മധ്യമാർഗം. ഓം തത്സത്. ഹരി ഓം.